ഈ ആളുകളൊക്കെ വന്നിട്ട് ചോദിക്കത്തില്ലേ പണ്ട് ന്യൂസ് വായിച്ച് എന്താ തോന്നുന്നത്? ഇത് സ്വസ്ഥമായിട്ട് ഇരിക്കുകയല്ലേ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഞാൻ. അല്ല അങ്ങനെ ആളുകൾ ഇപ്പോഴും അത് ആ ഒരു വെച്ച് ചോദിക്കുമ്പോൾ ഏത് ചാനലിലാന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ പറയും റിട്ടയർ ചെയ്തു എന്ന്. അങ്ങനെയാണ്, കുറേ വർഷം നിന്നില്ലേ, 14 വർഷത്തോളം നിന്നു. ശരിക്കും മിസ് ചെയ്യുന്നുണ്ടോ അന്ന് ചെയ്ത ആ ജോലി? ചിലപ്പോൾ തോന്നാറുണ്ട്, എപ്പോഴും ഇല്ല കേട്ടോ. കാരണം നമ്മളിപ്പം ആ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നത് കൊണ്ടേ നമുക്ക് അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ തോന്നാറില്ല. ചിലത് കാണുമ്പോൾ തോന്നും, ഇപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് മാറ്റർ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന് തോന്നാറുണ്ട്. ഇന്നത്തെ ആളുകൾ ന്യൂസ് റീഡർ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അന്നത്തേന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? അങ്ങനെയില്ല, കാരണം നമ്മളെന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കം മുതൽക്ക് ഓരോന്നും ഇങ്ങനെ പഠിച്ച് വന്ന ആളുകളാണ്. കാരണം നമ്മുടെ മുമ്പിൽ ഒന്നും ഞങ്ങൾക്ക് വേറെ മാതൃകകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സെൽഫായിട്ട് തന്നെ പഠിച്ചുണ്ടാക്കിയ ഒരു സ്റ്റൈലാണ് നമ്മളൊക്കെ ചെയ്തത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ഏത് ചാനൽ തുറന്നാലും ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ തന്നെ ഏത് ചൂസ് ചെയ്യണം, ഏത് റിപ്പോർട്ടിംഗ് വേണോ അല്ലെങ്കിൽ റീഡിങ് വേണോ എന്നുള്ളതൊക്കെ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾ ഓൾമോസ്റ്റ് എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. താങ്ക് യു. ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് ശ്രീകുമാർ, എൻ്റെ മകൾ ഡോക്ടറാണ്, മകളുടെ ഹസ്ബൻഡും ഡോക്ടറാണ്. എൻ്റെ കൊച്ചുമകൾ 12th കഴിഞ്ഞു, അവൾക്ക് മണിപ്പാലിൽ ബയോടെക്നോളജി അഡ്മിഷൻ കിട്ടി. അങ്ങനെ സന്തോഷമായിട്ട്. എൻ്റെ വീട് തൃശ്ശൂരാണ്, ഹസ്ബൻഡിൻ്റെ വീടാണ്. താങ്ക് യു. സന്തോഷം.